എന്നടി സുശീലക്ക് ഡിപ്രഷനൊക്കെ വലിയ പണക്കാർക്കൊക്കെ വരുന്ന അസുഖമല്ലേ? നമ്മൾ ഈ സാധാരണക്കാർക്കൊക്കെ വരുന്ന വരട്ടിയൊറി, വട്ടച്ചൊറി, മൂലക്കുരു, കൃമികടി, പനി, ഛർദി, വയറിളക്കം ഇതൊക്കെയല്ലേ. എന്തായാലും സാരമില്ല, നമുക്ക് ഒന്ന് ആശ്വസിക്കാലോ. ഒന്നും വിടാനില്ല, ഫോൺ ചെയ്യുമല്ലേ. സുശീലക്ക് എന്തായാലും വലിയ പണക്കാർക്ക് വലിയ അസുഖമല്ലേ വന്നേ. ആ എടി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. എന്താണ് പറയാൻ? എനിക്കൊരു 500 രൂപ വേണമായിരുന്നു. 500 രൂപയൊക്കെ ഞാൻ തരാം. പക്ഷെ ഒരു കാര്യം, ഞാൻ ചോദിക്കുന്നത് അപ്പൊ തന്നെ എനിക്ക് തിരിച്ചു തരാം. അപ്പൊ തന്നെ തിരിച്ചു. ചുമ്മാ വാക്ക് മാറരുത്, പിന്നെ കണവണാന്ന് പറഞ്ഞ് വർത്താനം പറയരുത്. ഞാൻ ചോദിക്കുമ്പോ അപ്പൊ തന്നെ എനിക്ക് പൈസ തിരിച്ചു. മനസ്സിലായല്ലോ? 500 രൂപ തിരിച്ചു തന്നെ. നീ എന്നോട് വാക്ക് പറഞ്ഞാ ഞാൻ ചോദിക്കുമ്പോ തന്നെ തിരിച്ചു തന്നത്. ഇപ്പൊ ഞാൻ തിരിച്ചു മേടിച്ചു. എടീ, നീ അറിഞ്ഞോ സുശീലയ്ക്ക് ഡിപ്രഷനാണ്. അവൾക്ക് വലിയ പണക്കാർക്ക് തന്നെ അസുഖം വന്നേക്കണേ. അവളിപ്പോ വലിയ പുള്ളിയായി പോയി. 15, 16, 17, 18, 19. തെറ്റിപ്പോയി. എടാ, നിനക്ക് എണ്ണ അറിയാമോടാ? കൊറേ 500 ഉണ്ടല്ലോ, അതിൽ നിന്ന് 1000 അടിച്ചു മാറ്റണം. എനിക്ക് എണ്ണ അറിയാം. പൈസയും കൊണ്ടാ ഞാൻ എണ്ണിക്കോളാം. ഞാൻ ഈ കുക്കറിന്റെ വിസിലേ 4 എണ്ണിക്കോ. അപ്പത്തേക്ക് ഞാൻ എണ്ണീച്ചു. എന്നതാടാ? എടാ, ഞാൻ നിന്നെ വീണ്ടും പുറത്തുണ്ടോ? നീ ഇറങ്ങി വാങ്ങിക്കോട്ട് വേഗം. എടാ, ഒരു കോള തൊട്ടുണ്ടോ? ശരി, ഞാൻ വന്നു. എന്ത് പരിപാടിയുടെ? മണി രാത്രി 12 മണി ഇപ്പോഴാണോ? എടാ, നീ നോക്കിക്കാതെ വേഗം കയറ. 12 മണിയൊക്കെ ഒരു വിഷയമാണ് നമുക്ക്. എടാ, എന്താ കാര്യം എന്താന്ന് പറ, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. എടാ, അതൊക്കെ പിന്നെ പറയാ. നീ വേഗം കയറ. എടാ, എങ്ങോട്ടാ പോണേന്ന് പറ. എടാ, കോൾ ഒത്തപ്പോ ഇങ്ങോട്ട് പിന്നെ ചോദ്യമില്ല. എന്റെ പൊന്നലേ, നീ എങ്ങോട്ടാ ഈ പാതിരാത്രി കൊണ്ടുപോണേ? എടാ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? പിന്നെ എനിക്ക് രാത്രി ഈ തണുത്തിട്ടും നല്ല പേടിയാവുന്നുണ്ട്. ഈ വഴിക്കും ഒരു മനുഷ്യനെ കാണില്ല. ഹോട്ടലൊക്കെ എന്ത് കോളാടാ ഉള്ളത്? കണ്ടോ, മൊത്തം ഇരുട്ട്. ഇത് നോക്കിയാടാ, ഇവിടെ ഒരു പട്ടിക്കുച്ച് പോലും ഇല്ലടാ. എടാ, എന്ത് കോട്ടറാണ് കൊണ്ടോണേ? വിശ്വാസമില്ലേ? പാതിരാത്രിക്ക് കോളുണ്ടാക്കാൻ ഞാൻ പറഞ്ഞാണ്ടല്ലോ. നീ ഒന്നും മിണ്ടാതിരിക്കടാ. ഇവിടെയാണ് സ്ഥലം. എടാ അളിയ, ഇത് ശ്മശാനമല്ലടാ, ഇവിടെ എന്തോ കോളാടാ. അതെ, ശ്മശാനാണ്. ഇവിടെയാണ് കോളുള്ളത്. അതാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എടാ, ഇവിടെ ഇരുന്ന് അടിക്കാൻ പറ്റില്ലാണോ? ശ്മശാനം വേണ്ടടാ, എനിക്ക് പേടിയാടാ. പൊന്നളിയാ, പ്ലീസ് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് അടിക്കണം. 2 കൊല്ലം മുമ്പ് ജൂലൈ മാസത്തിലെ ഇതേ ദിവസം നീ എൻ്റെ 500 രൂപ വാങ്ങിച്ചത് ഓർക്കുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ കൊല്ലം 2ആയി. എല്ലാ ദിവസവും ഞാൻ ചോദിച്ച് മടുത്തു. ഇന്നലെയും കൂടെ ഞാൻ ചോദിച്ചത് ഓർക്കുണ്ടോ? കൂടാ, ഞാൻ 500 എടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. ഇപ്പോഴും കൂടെ ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നീ എന്നെ വിളിച്ചത്. എടാ, ഇനി നിന്റെ മുമ്പിൽ 2 വഴിയോ. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 500 രൂപയും അതിൻ്റെ പലിശയുടെ പലിശയും ചേർത്ത് 2000 രൂപയായി. അത് തന്നിട്ട് നിനക്ക് എൻ്റെ വണ്ടി കയറാം. ഇല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കും, ഞാൻ എൻ്റെ വഴിക്ക് പോകും. ഈ രാത്രിയിലേ നിനക്ക് കൂട്ടി ഇവിടുത്തെ പ്രേതങ്ങളായിരിക്കും. 2000 തന്നാ നിനക്ക് എൻ്റെ വണ്ടി കയറാം. എങ്ങനെയാ? എടാ അളിയ, നീ ഇമാതിരി ചെയ്ത് എന്നോട് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ലടാ. എന്റെ പൈസ ഇല്ലടാ. എടാ, പല വഴി അടഞ്ഞപ്പോഴേ എൻ്റെ മുമ്പിൽ ഇത് മാത്രമേ വഴി കണ്ടുള്ളൂ. ഈ 2000 കൊണ്ട് കയറിക്കും. എടാ ജാങ്കോ, എടാ വെറും ജാങ്കോ അല്ലടാ, നീ ജാങ്കോ. പെട്ടെന്ന് പോട്ടെ, നാളെ ജീവനോടെ കാണാം. എടാ ജാങ്കോ, എടാ ജാങ്കോ, എടാ ജാങ്കോ, എടാ നീ ജാങ്കോ, എടാ നീ ജാങ്കോ. എടാ, അയ്യോ, എന്റെ അമ്മോ.